ഓം നമോ ഭഗവതേ വാസുദേവായ. മൂന്നാമത്തെ ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളുടെ വർണ്ണന കേൾക്കാം. അപ്പോൾ ദശകം വർണ്ണിക്കുന്നത് ഭക്തി പ്രാർത്ഥനയാണ്. ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ഭക്തി ഉണ്ടാക്കി തരൂ. ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങയിലെ ഭജിക്കാനോ അങ്ങയിൽ മുഴുകാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. മാത്രമല്ല എനിക്ക് വളരെയധികം ക്ലേശം അനുഭവിക്കുന്നു, എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരൂ എന്നൊക്കെ ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആ ഭക്തി എത്ര മധുരമാണ് എന്ന് 6-ാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നു. ഭവത് ഭക്തി സ്ഥാവത് പ്രമുഖ മധുര എന്നാണ്. വളരെ മധുരമാണ് അങ്ങയിലുള്ള ആ ഭക്തി എന്ന് പറയുന്നത്. അങ്ങയിലുള്ള ആ ഭക്തി എന്ന് പറയുന്നത് വളരെ മധുരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിന്തിരുവടിയിലുള്ള ഗുണത്തിലുള്ള രസം നിമിത്തം. അപ്പോൾ കിമപി ആരൂഢ ചെയ്ത് എന്നാണ്. കുറച്ചു ആ വളർന്നുവെങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും നിശേഷമില്ലാതാക്കുന്നു. എന്താ ആ ഭക്തി. ഈ ഭക്തി ഇങ്ങനെ വളർന്നു വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നു, മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ഭക്തിയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും രോഗവും ഒക്കെ മാറ്റിക്കൊള്ളുമല്ലോ ഭഗവാനെ എന്ന്. എല്ലാ പരിതാപങ്ങളെയും അങ്ങ് മാറ്റിത്തരൂ. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അങ്ങയിലുള്ള ആ ഭക്തി തന്നെയാണ്. ഇതിലധികം ഞാൻ എന്താണ് ഭഗവാനെ അങ്ങയോട് പ്രാർത്ഥിക്കേണ്ടത്? എനിക്ക് ഭക്തി ഉണ്ടാക്കി തരിക, എൻ്റെ രോഗം മാറ്റിത്തരിക എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. ഇതിലധികമായിട്ട് ഞാൻ എന്താ ഭഗവാനെ അങ്ങയോട് പ്രാർത്ഥിക്കേണ്ടത്? അപ്പം ഭഗവാനോടുള്ള ഭക്തി എന്ന് പറയുന്നത് അത്യന്തം മധുരം തന്നെയാണ്, വളരെ മധുരം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാന് മധുരാഷ്ടകം തന്നെയുള്ളത്. അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം എന്നിങ്ങനെ ഭഗവാനെ മധുര അഷ്ടകം കൊണ്ട് തന്നെ വർണ്ണിക്കാനുള്ള കാരണം ഭഗവാനിലുള്ള ഭക്തി എന്ന് പറയുന്നത് അത്യന്ത മധുരതരമാണ് എന്ന്. ആചാര്യൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ഭഗവാനെ എൻ്റെ ക്ലേശങ്ങളെയൊക്കെ നീക്കിത്തരണമേ. വിധൂയ ക്ലേശാൻ, എൻ്റെ ക്ലേശങ്ങളെയൊക്കെ നീക്കി ചരണയുഗ്മം എൻ്റെ 2 കാലുകളെയും ഭവക്ഷേത്ര പ്രാപ്തവും അങ്ങയുടെ ക്ഷേത്രത്തിൽ വരാനായിട്ട് എൻ്റെ കാലുകളെ പ്രാപ്തമാക്കി തരണേ. ഭട്ടതിരിക്ക് വാതരോഗമാണ്, എണീറ്റ് നടക്കാനൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കാല് ആവതുണ്ടെങ്കിലല്ലേ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ, ഭഗവാനെ കാണാനൊക്കെ സാധിക്കുകയുള്ളൂ. അവിടെ എത്തിയാലല്ലേ ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭഗവാനെ അതുകൊണ്ട് എൻ്റെ കാലുകൾക്ക് ശക്തി ഉണ്ടാക്കി തരണമേ. കരമപി കൈകളെയും എന്ത് ചെയ്തോളൂ, എനിക്ക് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി, എൻ്റെ കൈകളുടെ രോഗമൊക്കെ മാറ്റിത്തരൂ. അങ്ങേക്ക് പൂജിക്കേണ്ട അങ്ങയുടെ പൂജാവിധികളൊക്കെ എനിക്ക് നടത്തണ്ടേ ഭഗവാനെ. അതുകൊണ്ട് എൻ്റെ കൈകളെയും പിന്നെ എൻ്റെ കണ്ണുകളെയൊക്കെ എനിക്ക് സുഖമാക്കി തരണമേ. നിന്തിരുവടി എനിക്ക് കാണണ്ടേ ഭഗവാനെ. അപ്പോൾ എൻ്റെ കണ്ണുകളെയും എനിക്ക് നയനമഥത്തെ അങ്ങയെ കാണണമെങ്കിൽ എൻ്റെ കണ്ണുകളെ എന്ത് ചെയ്തു, സുഖമാക്കി തരൂ. പിന്നെ അതുപോലെ അങ്ങയുടെ ഘ്രാണേന്ദ്രിയം, എൻ്റെ ഘ്രാണേന്ദ്രിയത്തെ എനിക്ക് ഘ്രാണം, അതാണ് അങ്ങയുടെ പാദത്തുളസി പരിഘ്രാണേ എന്നാണ്. അങ്ങയുടെ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആ തുളസികളെ എനിക്ക് ഘ്രാണിക്കുന്നതിനെ എനിക്ക് മണക്കുന്നതിനെ അതിനും രസമുള്ളവയാക്കി തീർക്കണമേ. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? എനിക്ക് എൻ്റെ ശരീരത്തിന് സുഖം ആക്കി തരണമേ. എൻ്റെ കാലുകളൊക്കെ തീരെ എനിക്ക് വയ്യ ഭഗവാനെ, അതുകൊണ്ട് എനിക്ക് സുഖമാക്കി തരണേ. എന്നാലേ എനിക്ക് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അങ്ങയെ ദർശിക്കാനും എൻ്റെ ഇന്ദ്രിയങ്ങൾ അങ്ങയിലേക്ക് വിഷയമാക്കി തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ്. അപ്പോൾ ഭക്തിക്ക് 5 രൂപങ്ങളെ പറ്റിയാണ് പറയുന്നത്. ആചാര്യന്മാർ 5 രൂപങ്ങൾ പറയുന്നുണ്ട് ഭക്തിക്ക്. ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം. ഇങ്ങനെയാണ്. പിന്നെ നവതാഭക്തി എന്ന് പറയും. 5 രൂപത്തിലുള്ള ഭക്തി ഉണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട്. നവതാഭക്തി എന്നും പറയും. അതിൽ ശ്രവണം, കീർത്തനം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്നുകൂടി നവതാഭക്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഭഗവാനെ തനിക്ക് അങ്ങയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ എൻ്റെ കാലുകൾ എനിക്ക് നടക്കത്തക്കവണ്ണം ആരോഗ്യമുള്ളതാക്കി
തീർക്കണമേ ഭഗവാനെ. അങ്ങയുടെ എൻ്റെ കൈകൾ അങ്ങയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് എനിക്ക് സാധിക്കണേ എന്നൊക്കെ ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് 7-ാമത്തെ ശ്ലോകത്തിൽ. 8-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നു, അല്ലയോ ഭഗവാനെ, പ്രഭൂതാധിവ്യാധി പ്രസഭചലിതേ മാമകഹൃതി എന്നാണ്. എന്നിലുള്ള ആ ആധിയും വ്യാധിയും എല്ലാം എൻ്റെ ഹൃദയത്തിൽ മാമകഹൃതി, എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആദിയാലും വ്യാധിയാലും ഒക്കെ ഉണ്ടാകുന്ന ആ ക്ഷോഭങ്ങളൊക്കെ പരമരസ ചിദ്രൂപം, അങ്ങയുടെ ആ പരമരസവും ചിത്തുമാകുന്ന ആ രൂപം കാണുമ്പോൾ എൻ്റെ എൻ്റെ ആധിയും വ്യാധിയും ഒക്കെ എനിക്ക് മാറ്റി തരണമേ ഭഗവാനെ. അതൊക്കെ മാറ്റിയിട്ട് അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിലെ ആ ചിദ്രൂപം എൻ്റെ മനസ്സിൽ ഉദിപ്പിക്കണമേ. ഇതെല്ലാം ഭഗവാൻ തന്നെ വിചാരിക്കണം. നമ്മൾ ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥനയാണിതെല്ലാം. അപ്പോൾ പ്രാർത്ഥന കൈക്കൊണ്ട് ഭഗവാൻ ഇതെല്ലാം നമുക്ക് ഒരു ഭക്തന് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്നെ ആ രൂപം എൻ്റെ മനസ്സിൽ ഉദ്ധിപ്പിക്കണമേ. അപ്പോൾ എനിക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ഭക്തി വർദ്ധിപ്പിച്ച് തന്ന് എനിക്ക് ഭക്തി ഉണ്ടായാൽ മാത്രമേ എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഭഗവാനോട് പറയാനായിട്ട് സാധിക്കുമെന്നാണ്. അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ, എൻ്റെ വിഷയങ്ങളൊക്കെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ, അങ്ങനെയായാൽ എൻ്റെ ആധികളെയും വ്യാധികളെയും ഒക്കെ എനിക്ക് മറക്കാൻ ശീലിക്കാനായിട്ട് കഴിയും. അപ്പോൾ എൻ്റെ ഉള്ളിൽ എന്തുമാത്രം വരും, ഈ ആധിയും വ്യാധിയും ഒക്കെ പോയിട്ട് ആ പരമരസ ചിദ്രൂപം ഇങ്ങനെ ഉറയ്ക്കുമ്പോൾ എനിക്കിതെല്ലാം തനിയെ അങ്ങ് മാറിക്കൊള്ളും. ഇതാണ് എനിക്ക് ചെയ്തു തരേണ്ടത് ഭഗവാനെ എന്ന് തന്നെയാണ് ഭട്ടതിരി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. 9-ാമത്തെ ദശകത്തിൽ, ഹേ മരുദ്ഗേഹാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, ഈ ശരീരത്തിന് അധീപനായുള്ള അല്ലയോ വിഷ്ണു, അതാണ് മരുദ്ഗേഹാധീശ, ഈ ദേഹത്തിന് അധീശനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. തൊയ് പരാഞ്ചക അഭി, നിന്തിരുവടിയിൽ പരാഞ്ചക അഭി എന്ന് പറഞ്ഞാൽ വിമുഖരായിട്ടുള്ളവർ പോലും ചിലർക്ക് ഭഗവാനെ ഇഷ്ടമില്ല. ഭഗവാനോ ആരാ അത്? എന്തിനാ ഭഗവാനെ? നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്, പിന്നെ എന്തിനാ ഭഗവാനെ? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭഗവാനിൽ വിമുഖരായവരെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിമുഖരായവർ പോലും എന്ത് ചെയ്യുന്നു? വളരെ സുഖത്തിൽ നടക്കുകയാണ്. പരാഞ്ചോപി സുഖിനോ, വളരെ സുഖത്തിൽ നടക്കുന്നു. ഈ ഞാനാണെങ്കിലോ ഭവസ്നേഹി, അങ്ങയെ സ്നേഹിച്ച് നടക്കുന്ന ഈ ഞാനാണെങ്കിലോ സുബഹു പരിതപ്യേ ച കിമിതം, എൻ്റെ കാര്യമാണെങ്കിൽ എത്ര പ്രയാസമാണ് ഭഗവാനെ. ഭട്ടതിരി പറയുക, അങ്ങയെ തിരിച്ചറിയുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട്, അവരൊക്കെ വളരെ സുഖമായിട്ട് നടക്കുന്നു. ഞാനാണെങ്കിലും അങ്ങയെ ഇങ്ങനെ ഭഗവാനെ എന്ന് സ്നേഹിച്ച് നടക്കുന്നു. എനിക്ക് ദുഃഖം മാത്രമല്ലേ ഉള്ളൂ ഭഗവാനെ എന്ന. അകീർത്തിസ്തേ മാഭൂത് വരദ ഗതഭാരം പ്രശമയൻ. അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? അങ്ങേക്ക് അകീർത്തി ഉണ്ടാകും. അങ്ങേക്ക് എന്തുണ്ടാകും? പേരുദോഷം ഉണ്ടാകും. പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന ഭട്ടതിരി ഇതാ കണ്ടില്ലേ, ഭട്ടതിരി വാതരോഗമായിട്ട് ഗുരുവായൂർ സന്നിധിയിലെത്തി. 2 കാലിൽ നടന്ന ഭട്ടതിരി അവിടെ എത്തിയത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എന്നൊരാളുണ്ടല്ലോ, എന്താ ഭഗവാനെ രോഗം കുറച്ച് തരണേന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ പോയി. 2 കാലിൽ നടന്നാ പോയത്. അവിടെ ചെന്നിട്ട് കുറേയൊക്കെ പ്രാർത്ഥിച്ചു, പക്ഷേ സാധിച്ചില്ല. ഭഗവാൻ ഒന്നും കൊടുത്തില്ല. അവിടെ ആരാ ഭഗവാനൊന്നും ആരെയും സ്നേഹിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ദാ ഭട്ടതിരി എന്ത് പറ്റി? അല്ലയോ ഭഗവാനെ, തിരിച്ചു പോകുമ്പോൾ എന്നെ ഇവിടെ 4 കാലിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയല്ലേ? അപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാൽ അകീർത്തിസ്തേ മാ ഭൂത്, അങ്ങേക്കാണ് അകീർത്തി, ആ ദോഷം അങ്ങേക്കാണ്. എൻ്റെ രോഗം അതുകൊണ്ട് അങ്ങേക്ക് അകീർത്തി ഉണ്ടാകരുത്. അകീർത്തിസ്തേ മാ ഭൂത്, അങ്ങേക്ക് അകീർത്തി ഉണ്ടാകരുത്. അതുകൊണ്ട് എന്താ ചെയ്യണം? ഗതഭാരം പ്രശമയൻ, എൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ചു തരേണമേ. എങ്ങനെയുള്ള ഭഗവാനെ? കംസദമന. എന്തിനാ ഭഗവാന്റെ ഉദ്ദേശം? അല്ലയോ കൃഷ്ണ, എന്തിനാ അങ്ങ് അവതരിച്ചത്? കംസനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ? കൊല്ലുന്നതിന് വേണ്ടിയിട്ടാ. അപ്പോൾ കംസനെ അടക്കി അങ്ങേക്ക്
എൻ്റെ നിസ്സാരമായ രോഗത്തിന് വല്ല വിഷമമുണ്ടോ ഭഗവാനെ? ഞാൻ ഇത്രയേ ചോദിക്കുന്നുള്ളൂ. എന്തൊക്കെ ചെയ്യുന്നതാ ഭഗവാൻ? ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് എന്ത് ചെയ്തെന്ന് ഇവിടെ ആദ്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്ന വാക്കാണ് കംസദമന എന്ന്. പിന്നെ ഓരോ ദശകത്തിലും ഭട്ടതിരി ഭഗവാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു കംസദമനനായ ഭഗവാനെ, പിന്നെ എൻ്റെ ഈ നിസ്സാര രോഗം അങ്ങേക്ക് വളരെ പ്രയാസമുണ്ട്. ആ നിസ്സാരമായി എൻ്റെ ഈ രോഗം, എനിക്ക് വലുതാണ് എൻ്റെ രോഗം, പക്ഷെ എൻ്റെ ഈ രോഗമെന്ന് പറയുന്നത് അങ്ങേക്ക് നിസ്സാരമായ കാര്യമാണല്ലോ. അത് മാറ്റാൻ അങ്ങേക്ക് ഒരു പ്രയാസം ഇല്ലല്ലോ ഭഗവാനെ. അതുകൊണ്ട് എൻ്റെ രോഗം എന്ത് ചെയ്തോളൂ, എനിക്ക് മാറ്റിത്തരൂ ഭഗവാനെ. കാരണം എന്നാലേ എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുകയോ ഭഗവാന്റെ നാമം പറയുകയോ ഭഗവത് കഥ കേൾക്കുകയോ ഒക്കെ ചെയ്യാത്ത ആൾക്കാർ എത്ര സുഖമായിട്ട് കഴിയുന്നു. ഞാനാണെങ്കിലോ ഇങ്ങനെ ഭഗവാനെ ഭജിച്ച് നടന്നിട്ട് എനിക്ക് വിഷമവും പരിതാപവും വേദനയും അല്ലാതെ ഒന്നുമില്ലല്ലോ ഭഗവാനെ. അപ്പോൾ ഇതിൻ്റെ ദോഷം ഭംഗിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേദനയില്ലാതെ ഭജിക്കാനുള്ളൊരവസരം ഉണ്ടാക്കി തരണമേ ഭഗവാനെ എന്ന് ഭട്ടതിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനോട്. അപ്പോൾ നമുക്കും ഭഗവത് പാദമല്ലാതെ മറ്റൊരാശ്രയം ഇല്ല. നമ്മൾ എന്ത് കാര്യത്തിനും ആശ്രയിക്കുന്ന ആരാ? ഭഗവത് പാദങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ ആചാര്യൻ നമ്മോടും പറഞ്ഞു തരുന്നത്. ഇനി ആചാര്യൻ പറയുകയാണ്, കവി പറയുകയാണ്, അല്ലയോ ഭഗവാനെ, സൃഷ്ടിസ്ഥിതി സംഹാര രൂപനായ ക്രീഡയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭഗവാനെ, അങ്ങ് തവഹി കരുണ, നിന്തിരുവടിയുടെ കാരുണ്യമാകട്ടെ, യാവത് ഉദിയാതെ എപ്പോൾ ഉദിക്കുന്നുവോ, അങ്ങയുടെ കാരുണ്യം എപ്പോഴും എന്നിൽ ഉണ്ടാകുന്നുവേ. ഈ കാരുണ്യം എന്നിൽ ഉണ്ടാകുന്നതെന്ന് എപ്പോൾ എനിക്ക് മനസ്സിലാകും? എൻ്റെ അസുഖം കുറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ദേഹത്തിൻ്റെ വേദനയൊക്കെ മാറുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങയ്ക്ക് എന്നിൽ കരുണ ഉണ്ടായെന്ന്. അപ്പോൾ കരുണ ഉണ്ടാകുന്നത് വരെ ഞാനിങ്ങനെ പലവിധ ആവലാതികളൊക്കെ പറയുന്നതെല്ലാം ഉപേക്ഷിച്ച് അങ്ങയുടെ തൃപ്പ്. അപ്പം ഞാനിപ്പോൾ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതും കേട്ടതും എല്ലാം ആവലാതിയാണല്ലോ. ഭഗവാനെ അങ്ങനെയാണ്, ഭഗവാനെ ഇങ്ങനെയാണ്. അപ്പോൾ ഇതൊരു തരം ആവലാതിയാണ്. അപ്പോൾ ഈ കരുണ ഉണ്ടാകുമെന്ന് പറയുമ്പോഴേ എൻ്റെ രോഗം മാറ്റുമ്പോഴാണല്ലോ ഭഗവാൻ എന്നോട് കരുണ ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അല്ലയോ ഭഗവാനെ, അപ്പം ഇങ്ങനെ ഒരു ആർത്ത പ്രലാപനമാണ് കവി നടത്തുന്നത്. പ്രധാനമായിട്ട് ഈ ദശകം പ്രാർത്ഥിക്കുന്നത് ആർത്ത പ്രലാപനമാണ്. അതായത് ആർത്തനായ ഒരു ഭക്തൻ്റെ പ്രലാപനങ്ങളാണ് എന്ന്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രോഗവും ഭക്തിയും തമ്മിൽ മല്ലയുദ്ധമാണ് നടക്കുന്നത്. ഒരു ശരീരത്തിൽ തന്നെ രോഗവും ഭക്തിയും തമ്മിൽ മല്ലയുദ്ധം നടക്കുന്നു. അവിടെ ആരാ ജയിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ഭക്തി തന്നെയാണ് ജയിക്കുന്നത് എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ നാരായണീയത്തിൻ്റെ ആദ്യത്തെ 3 ദശകങ്ങളെ ത്രിപീഠിക, നാരായണീയത്തിലെ പീഠിക, ഈ ദശകത്രയങ്ങളെ 3 ദശകങ്ങൾ, 1, 2, 3 ദശകങ്ങളെ നാരായണീയത്തിലെ പീഠിക, ത്രിപീഠിക എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ എനിക്ക് യഥാശക്തി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് അങ്ങയെ കുനിഞ്ഞു തൊഴാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഭഗവാനെ എൻ്റെ രോഗം ഭേദമാക്കി തരൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഭഗവാനെ? അങ്ങയെ സ്തുതിക്കാം, ഭഗവത് പൂജ ചെയ്യാം, ഇതൊക്കെ ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ ഈ ആവലാതിയൊക്കെ നിർത്താൻ പോവേണ്ട. ഞാൻ ഇത്രയും നേരം ഭഗവാനോട് അങ്ങയുടെ ആവലാതികളൊക്കെയാണ് പറഞ്ഞത്. ഭഗവാനെ കണ്ടുകൊണ്ടാണ് ഭട്ടതിരി സംസാരിക്കുന്നത്. ഗുരുവായൂർ സന്നിധിയിൽ ചെന്ന് നാരായണനെ കണ്ടുകൊണ്ട് നാരായണൻ എഴുതിയതാണ് നാരായണീയം. അതുകൊണ്ട് തന്നെ നാരായണീയത്തിലൊരു വാക്ക് പറയുന്നു, ദ്വേഥ നാരായണീയം എന്നാണ് പറയുന്നത്. നാരായണനെക്കുറിച്ച് നാരായണൻ എഴുതിയത് കണ്ടുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുന്നില്ലേ മുഖത്ത് നോക്കി, അതുപോലെ തന്നെയാണ്. അതാണ് നാരായണീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇവിടെ ഞാൻ ഇനി ആവലാതിയൊക്കെ നിർത്താൻ പോവുകയാണ്. ഭഗവാനെ, ഇനി ഞാൻ കരഞ്ഞ് എൻ്റെ സമയമൊന്നും കളയുന്നില്ല. അതുകൊണ്ട് അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. അങ്ങയുടെ പാദങ്ങളെ നമസ്കരിക്കുന്നു, അങ്ങയെ സ്തുതിക്കുക, അങ്ങയ്ക്ക് പൂജ ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഭഗവാനെ. ഞാനതുകൊണ്ട് ഇനിയൊന്നും കരയുന്നില്ല. നമ്മളോട് കൂടി പറയുന്നത്, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമുക്കൊരു ദുരിതം ഉണ്ടായാൽ, അത്
നമ്മളിങ്ങനെ കരഞ്ഞ് കളയരുത്. പകരം ഭഗവാനെ സ്തുതിക്കുക, ഭഗവത് പൂജ ചെയ്യുക. ഇതൊക്കെയാണ് ഞാനും ഇനി ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് കുറച്ച് തരാതിരിക്കുകയും ചെയ്യും. ഞാൻ ഇനി ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഭഗവാനെ. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സ് പ്രവർത്തിക്കുന്നില്ല. മനസ്സ് പ്രവർത്തിക്കുമ്പോൾ കൈ പ്രവർത്തിക്കുന്നില്ല. എൻ്റെ ശരീരം വഴങ്ങുന്നില്ല. എനിക്ക് ശ്വാസതടസ്സം ഉണ്ടാകുന്നു. എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ട്. ഭഗവാനെ വാതരോഗമുള്ള ഒരാളിന് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കാൻ സാധിക്കില്ല. ഇതൊന്നും എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാം? എന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ ഞാൻ നാരായണ മന്ത്രമൊക്കെ ജപിച്ച് ഞാനിവിടെ ഇരിക്കാമെന്ന് ഇങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് എനിക്ക് യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയൻ എന്ന് പറഞ്ഞാണ് ദശകം ആചാര്യൻ്റെ അവസ്ഥാനം. എന്നെക്കൊണ്ട് എനിക്ക് സാധിക്കുന്നത് യഥാശക്തി, എൻ്റെ ശക്തി പോലെ നദിനുതി നിഷേവ. നദിനുതി വെച്ചാൽ ഞാൻ സ്തോത്രങ്ങളും സ്തുതികളും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഭഗവത്പാദങ്ങളെ ആശ്രയിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സുഖം ദുഃഖമൊക്കെ നൽകുന്നത് ഭഗവത് ഇച്ഛയാണ്. നമുക്ക് സുഖം തരുന്നതും ദുഃഖം തരുന്നതും ഒക്കെ ഭഗവത് ഇച്ഛയാണ്. അത് നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കണം. എല്ലാവർക്കും സാധിക്കില്ല, എപ്പോഴും സാധിക്കുകയുമില്ല. അപ്പോൾ ഇതെല്ലാം ഭഗവത് ഇച്ഛകളാണ്. അപ്പോൾ ഞാനിതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളാം ഭഗവാനെ എന്ന് ഭട്ടതിരി ഭഗവാനോട് ഉറപ്പ് നൽകുകയാണ്. ഇങ്ങനെ തന്നെ ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭട്ടതിരി ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ ആദ്യത്തെ 3 ദശകങ്ങളെ നാരായണീയത്തിലെ ത്രിപീഠിക, നാരായണീത്രയം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.